AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു സാമ്പാർ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. ഞാൻ ഒരു അവിയൽ ഉണ്ടാക്കി, അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി വന്നപ്പോൾ എന്നാൽ ഒരു സാമ്പാറും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. അതിനുവേണ്ടി വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, ചേന, ചെറിയ ഉള്ളി, മുരിങ്ങക്കായ, തക്കാളി, ക്യാരറ്റ് ഇത്രയും എടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് അരപ്പിന് വേണ്ടി നാളികേരവും ചെറിയ ഉള്ളിയും കറിവേപ്പില എടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല വേണം. അതിന് വേണ്ടിയിട്ട് ഉഴുന്ന്, ഉലുവ, ചെറിയ ജീരകം, പരിപ്പ് ഇത്രയാണ് എടുത്തത്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് പരിപ്പ് കഴുകി വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒന്നിച്ചാണ് ഇട്ട് വേവിക്കാറ് കേട്ടോ. വെണ്ടയ്ക്കയും മുരിങ്ങക്കായ ഇതിലിട്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഒന്നിച്ചിട്ട് ഉപ്പിട്ട് ഒരു 3 വിസിൽ വരെ ഞാനിതൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. ഈ സമയം തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന്, ഉലുവ, പരിപ്പ്, ചെറിയ ജീരകം ഇത്രയൊന്ന് ചേർത്തത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നാളികേരം ചെറുകിയത്, ചെറിയ ഉള്ളി, കറിവേപ്പില അത്രയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായി ഒന്ന് ഗോൾഡൻ കളറായതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി അതും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതാ നമ്മുടെ നാളികേരവും ഒക്കെ ആ കൂട്ട് നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കുക്കറൊക്കെ ആ വിസിലൊക്കെ വരുന്നുണ്ട്. ഒരു 3 വിസിൽ വരെ ഞാനിത് വേവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടുപ്പത്തുനിന്ന് ഒഴിച്ച് വെക്കാം. ഞാൻ ഈ വെണ്ടയ്ക്കയും ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചീനച്ചട്ടിക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാട് നേരം ഒന്ന് വഴറ്റി സമയം കളയണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ വെണ്ടയ്ക്കയും വഴറ്റിയെടുത്തു. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ നാളികേരക്കൂട്ട് ഞാൻ വറുത്തെടുത്തല്ലോ, അതിലേക്ക് ഞാൻ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നു. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ ആ കായത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ നാളികേരക്കൂട്ടൊക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെണ്ടയ്ക്കയും മുരിങ്ങക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഞാൻ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ചേർക്കുകയാണ്. അപ്പോൾ നന്നായി തന്നെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് ഉടച്ച് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അത് കഷ്ണങ്ങൾ അങ്ങനെ തന്നെ വേണമെന്നുള്ളവർക്ക് ഉടച്ച് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ അത്ര ഇങ്ങനെ കഷ്ണങ്ങൾ കിടക്കുമ്പോൾ എന്തോ പോലെയാണ്, അതുകൊണ്ടാണ് ചെറുതായി ഒന്ന് അടച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വെണ്ടയ്ക്കയും മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് വലിയ വേവൊന്നുമില്ല, അതുകൊണ്ടാണ് നേരത്തെ ഒന്നിച്ച് കുക്കറിലിട്ട് വേവിക്കാതെ ഇരുന്നത്. ഇനിയിപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടാവുക, തിളക്കുകയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ വെണ്ടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ദാ ഇതൊക്കെ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് വേവണം. അപ്പോൾ ഞാൻ വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിന് തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം, അപ്പോഴേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ദാ വെണ്ടയ്ക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് അരപ്പിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷമാണത് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇത്ര കുറുകിയിട്ട് വേണ്ട. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കറി നല്ല ടൈറ്റായിട്ട് കുറുകിയിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഞാൻ കുറച്ചൊന്ന് ലൂസാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയം നമുക്കിതിലേക്ക് കടുക്, കറിവേപ്പില, ഉണക്കമുളകൊക്കെ ഒന്ന് താളിച്ചൊഴിക്കാം. ഈ സാമ്പാറിൽ താളിച്ചൊഴിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒഴിക്കാത്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.